നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. 4 മണി ചായക്ക് ഞാനൊരു പുതിയ സാധനം ഉണ്ടാക്കാൻ പോകും. പുതിയതല്ല, പണ്ടത്തെ ഒരു സാധനമാണ് കേട്ടോ. അതായത് പണ്ട് നമ്മൾ ഉണ്ടാക്കിയിരുന്ന ഒരു ഭക്ഷണമാണ് ഇത്. നല്ല സ്വാദുള്ള ഒരു 4 മണി കാപ്പിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ്, നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് അരി, ചോറ് വെക്കുന്ന അരി തന്നെയാണ്. നമ്മൾ ഇതെടുത്ത് വറക്കണേക്കാളും ഒന്ന് കഴുകാം. അതിൻ്റെ പൊടിയൊക്കെ പൊക്കോട്ടെ ഉണ്ടെങ്കിൽ ഒന്ന് കഴുകാം കേട്ടോ. അത് കഴുകിയെടുത്തു. നമുക്ക് ചീനച്ചട്ടിയിൽ അതൊന്ന് വറക്കാം. അപ്പോൾ നമ്മൾ സ്റ്റവ് കത്തിച്ചു, ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇടാം കേട്ടോ. ചീനച്ചട്ടി ചൂടായി, നമുക്കിത് അതിലേക്ക് ഇടാം കേട്ടോ. ഇളക്കാം. പിടിപിടുന്നതിനെ പൊരിയണത് വരേക്ക് നമുക്ക് ഒന്ന് ഇളക്കാം. അരി പണ്ട് നമ്മളിങ്ങനെ അരി വറുത്തിട്ട് കാപ്പിക്ക് കഴിക്കാറില്ലേ? അരി കഴുകിയിട്ട് അതിൽ ലേശം ഉപ്പ് വരട്ടിയതിന് ശേഷം വറുത്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇതിപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ട ഉണ്ടാക്കാനായിട്ട്, അരി ഉണ്ട ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ വറുത്തിട്ട് ചെയ്യാറുണ്ട്. പിന്നെ അരി വറുത്തിട്ട് പലതരത്തിലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കാം. എന്നാ പിടിപിടുന്നതിനെ പൊട്ടി തുടങ്ങിയിട്ടാ, ചിലത് ഇങ്ങനെ പൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഇതാ പൊരിയുന്നുണ്ട് കേട്ടോ. ഇതാ കേട്ടോ, ഓഫാക്കാം. ഇത് വാങ്ങി വെക്കാം. ഒരു പാത്രത്തിൽ ഒരു 3 ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് തിളയ്ക്കാറാകുമ്പോൾ നമുക്ക് ഈ അരിയിലേക്ക് ഇടാം കേട്ടോ. വറുത്ത അരിയാണ് കേട്ടോ വേവിക്കാൻ പോണത്. വറുത്ത് വേവിച്ച ചോറാണ്. പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതാ വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്, തിളയ്ക്കാറായിട്ടുണ്ട്. നമുക്ക് അരി അതിലേക്ക് ഇടാം. വറുത്ത അരി അതിലേക്ക് ഇടാം. മുഴുവനും ഇട്ടു. ഇനി ഒന്ന് ഇളക്കാം. വെള്ളത്തിൻ്റെ അളവെന്ന് വെച്ചാൽ വേവാൻ താമസമുള്ള അരിയാണെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കണം കേട്ടോ. ഞാനിപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വേവും. ഇനി പെട്ടെന്ന് വേവണ അരിയാണെങ്കിൽ കുറച്ച് അധികത്ര വെള്ളം ഒഴിക്കണം എന്നില്ല. എന്തായാലും വേവാനുള്ള വെള്ളം ഒഴിക്കണം കേട്ടോ. തിളച്ചു. തിളച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ കുറച്ച് ഉപ്പിടാം. ഒരു കഞ്ഞിക്ക് വേണ്ടത്രയ്ക്ക് ഉപ്പ് കിട്ടും. കല്ലുപ്പാണ് ഇട്ടേക്കണം കേട്ടോ. ഉപ്പില്ലേ നോക്കട്ടെ കേട്ടോ. ഉപ്പുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. അത് മുഴുവൻ വേണ്ട, കുറച്ച് മതി. നോക്കൂ, ഉപ്പിട്ടു. തിളച്ചപ്പോഴേ ഉപ്പിട്ടു. ഇനി വെള്ളം വറ്റണം. വെള്ളം വറ്റുമ്പോഴേക്ക് ഇത് വെന്തിട്ടുണ്ടാവും. ഇത് പണ്ടത്തെ പലഹാരമാണ്. ടേസ്റ്റ് കഴിച്ചിട്ടില്ല? അത് പണ്ടത്തെ പലഹാരമാണ്. മറ്റേ പൊടിയിലേക്ക് അല്ലല്ല, ഇത് എന്താ നോക്കണ്ടേ? നോക്കട്ടെ. വെള്ളം വറ്റി.
കുറേ പക്ഷെ നമ്മൾ കണ്ടോ ലേശം വെള്ളം കൂടി ബാക്കിയുണ്ട് പറ്റാനായിട്ട്. ചുവപ്പ് നിറം എന്താണെന്ന് വെച്ചാൽ ഇത് മട്ടരി ആയതുകൊണ്ടാട്ടാ. നോക്കും ഉപ്പില്ലേ ഉപ്പില്ലേ വെള്ളം വറ്റിയിട്ടുണ്ട്. എന്തോ ചെറുതായിട്ടുണ്ട്, ലേശം കൂടി ഉണ്ട് അല്ലേ? വറ്റിക്കാതെ വറ്റിക്കണോ? അത് വറ്റിക്കോളല്ലേ? അത് വെന്ത് കഴിഞ്ഞു. ഇതിപ്പോൾ നിറം ചുവപ്പാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇത് മട്ടയായതുകൊണ്ട്, മട്ട ചുമന്ന തവിടിൻ്റെ അരി ആയതുകൊണ്ട്. അത് നല്ല വെള്ളരിയാണെങ്കിൽ, അതായത് വെള്ള അരി അല്ലെങ്കിൽ റേഷൻ അരി, വെളുത്ത റേഷൻ അരി കേട്ടോ, വെള്ള റേഷൻ അരി ആണെങ്കിൽ കുറച്ചും കൂടി വേഗത്തിൽ നല്ല നിറവും കിട്ടും, വേഗം വേവും ചെയ്യും. കഴിയാൻ പോകട്ടെ അവിടെ പണി. ഇതാ കണ്ടോ നമ്മൾ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് നാളികേരം ഇടാന്നുള്ളതാണ്. നാളികേരം ഇടാം, ഇറക്കിക്കോളാം കേട്ടോ. മതി. വെള്ളം പറ്റിയിട്ട് വാങ്ങി വെച്ച് അടച്ചു വെച്ചിട്ടേ നമുക്ക് വറുത്തിടാം. വാങ്ങി വെച്ച് അടച്ചു വെച്ചോളാം. കടുക് മുളക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയോ നെയ്യോ ഇത് വെള്ളം ഒഴിക്കാം അല്ലേ? പണി കഴിഞ്ഞോട്ടെ നേച്ചറേ. ഇതെല്ലാം അവിടത്തേക്ക് തന്നെ ആക്കാം. അടച്ചു വയ്ക്കുക. ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കഴിക്കാം. കഴിക്കാം. കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരമാണ്. പണ്ടത്തെ പലഹാരം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചായക്കടിയുടെ പലഹാരം ഇതാണ് കേട്ടോ. പണ്ടത്തെ പലഹാരം, പണ്ടത്തെ പലഹാരം. ഞാൻ അടുത്ത കാലത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ല അത്. പണ്ട് കുട്ടിക്കാലത്ത് കഴിച്ചിട്ടുണ്ട് ഞാൻ. അത് അരി വറുത്ത് വേവിച്ച ഒരു പലഹാരം. അരി വറുത്ത് വേവിച്ചിട്ട് ഇതിൽ നാളികേരമൊക്കെ ഇട്ടിട്ട് കടുക് വറുത്തിടുന്നു, അത്ര തന്നെ ഉള്ളൂ. നല്ല സ്വാദുണ്ട്. വിദേശം അമ്മൂമ്മൻ്റെ മൊബൈൽ ഉണ്ടോ? അതെയോ? കാണുമ്പോൾ അതിൽ ഉപ്പുമാവ് തോന്നല്ല. കളറ് കാണുമ്പോൾ ആവില്ല. എന്ന് വെച്ചാൽ അരി ചോന്നരിയല്ല, അതാ കാരണം. ഞങ്ങളുടെ ഇന്നത്തെ പലഹാരം നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായോ? ഒരു പുതിയ പലഹാരം എന്ന് വെച്ചാൽ പഴയ രുചി ഉണ്ട് ഇട്ടതിന്. പണ്ടത്തെ പലഹാരമാണല്ലോ. നമ്മൾ സാധാരണ അരി വറുക്കാറുണ്ട്. അരി വറുത്തിട്ട്
വെറുതെ തിന്നും. അരി വറുത്തത് വെറുതെ കാപ്പിലിട്ട് കുടിക്കും. അത് കൂടാണ്ട് അരി വറുത്തത് പൊടിച്ചിട്ട് പൊടിയായിട്ട് കഴിക്കും. ശർക്കരയും നാളികേരം കൂട്ടി ഉണ്ടാക്കി കഴിക്കും. പിന്നെ ഇങ്ങനത്തെ ഏറ്റവും പ്രാചീനമായ രീതിയാണ്, പണ്ടത്തെ രീതി. അപ്പോൾ ഇത് ചോറ് പോലെയാണ്. ചോറ് പോലെ എന്ന് പറയാൻ പറ്റില്ല, ഉപ്പുമാവ് പോലെ എന്നൊക്കെ പറയാം. പക്ഷെ ഉപ്പുമാവ് ഉണ്ടാക്കണപ്പോൾ എല്ലാം ചെയ്തേക്കണം മാത്രം. എങ്ങനെയുണ്ട്? ഏതുപോലെ ഉണ്ട്? ഉപ്പുമാവല്ല. ഉപ്പുമാവ് പോലെയുണ്ട്, പക്ഷെ ഉപ്പുമാവല്ല. പുലാവാണോ? പുലാവല്ല. ഇത് പണ്ടത്തെ പലഹാര. അരിയില്ലേ, നമ്മുടെ ചോറ് വയ്ക്കണ അരി വറുത്തിട്ട് വേവിച്ചു. നാളികേരം ഇട്ടു, കടുക് മുളകൊക്കെ വറുത്തിട്ടു. ഞാൻ ചേട്ടന് ഇതിൽ തന്നു. ചേട്ടൻ മധുരക്കിഴങ്ങ് കഴിച്ചല്ലേ, അത് കാരണം ഞാൻ കുറച്ചെടുത്തുള്ളൂ. ഇനി വേണോ അത്രയോടെ? മതിയാ? ഒരു വെറൈറ്റി. പക്ഷെ നമ്മുടെ വീട്ടിലൊന്നുമില്ല നിൽക്കുക വീട്ടിൽ. അപ്പം ഇങ്ങനത്തേക്ക് ഉണ്ടാക്കിയാൽ നല്ലതാണ്. വിശക്കണ സമയത്ത് കേട്ടാ ഇത് കിട്ടിയ അമൃത. അപ്പോൾ നമ്മുടെ ഈ പിള്ളേർ രാജേട്ടന് ഇഷ്ടമായിട്ടോ. ജയസിംഗ് കഴിച്ചു. ഞങ്ങൾ കിച്ചൂടി ഇല്ല. കിച്ചു കുറച്ച് വയ്ക്കാം, എടുത്ത് വയ്ക്കാം അല്ലേ. അവൻ തൃശ്ശൂർക്ക് പോയിക്കുക. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇഷ്ടമാവാണ്ടിരിക്കില്ല. നമ്മുടെ വീട്ടിലൊന്നും ഉണ്ടാക്കാനില്ല എങ്കിൽ ഇത്തിരി അരി എടുക്കുക, ഇതേപോലെ വയ്ക്കുക. ഓക്കെ, ഇഷ്ടമെങ്കിൽ ലൈക്കും ചെയ്തോളൂ കേട്ടോ. ഓക്കേ.